പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഇവളുടെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു, ദിയയുടെയും ഇഷാനിയുടെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു. അഹാനയും അഹാനയുടെ അമ്മയും എല്ലാവരും കൂടെയാണ് വന്നത്. വന്നിട്ട് ഈ അഹാന ചെയ്തത് എന്താന്ന് വെച്ചാൽ, അത്രയും പ്രായമുള്ള ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പലിനെ അങ്ങോട്ട് തട്ടിക്കയറുകയും സാറിന്റെ അടുത്ത് ചീത്ത പറയുകയും സാറിന്റെ അടുത്ത് മര്യാദയില്ലാതെ പെരുമാറുകയാണ് ചെയ്തത്. രണ്ട് കൈയും കൂട്ടിയടിക്കാതെ ശബ്ദമുണ്ടാകില്ലല്ലോ. അമ്മയ്ക്ക് ലോകപരിചയവും വിവരവും ഒക്കെ കുറവാണ്. തന്നെയുമല്ല, അമ്മയുടെ ഇത്തരം ടോക്സിക്കായ സ്വഭാവം നിങ്ങൾക്കറിയാവുന്നതുമല്ലേ. അത് അവരുടെ വിവരം. കെ ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പം എയറിൽ നിൽക്കുന്ന ഒരു ഫാമിലി. നാട്ടുകാർ പറയാ നിങ്ങളൊന്ന് താഴെ ഇറങ്ങിക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയുന്നൊരു ഫാമിലിയാണ് കെ ഫാമിലി. BJP നേതാവും നടനുമായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എയറിൽ നിന്ന് നിങ്ങളൊന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ പോലും വേണ്ട, ഞങ്ങളിവിടെ നിന്നോളാന്ന് പറയുന്ന ടീംസുകളാണിത്. എന്തൊക്കെയായിരുന്നു ഇപ്പം കണ്ടില്ലേ, കൂതറ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂതറ ഫാമിലി. ഇപ്പം പുതിയൊരു വിവാദം വന്നിട്ടുണ്ട്. അതാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണകുമാറിൻ്റെ മകളുടെ, കൃഷ്ണകുമാർ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ, നല്ലൊരു മനുഷ്യനാണ് പുള്ളി. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞിട്ടുള്ള ദിയ, അതുപോലെ അഹാന, അപ്പോൾ ഇവരൊക്കെ ചേർന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷ്ണകുമാറിൻ്റെയും കൂടെ പേരും കൂടെ കളഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം പേരക്കുട്ടിയുടെ ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയയുടെ കുഞ്ഞിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പച്ചി, അപ്പം അപ്പച്ചിയാണ് ഈ വട്ടത്തെ വിവാദ നായിക. അപ്പോൾ അപ്പച്ചിയെ സ്റ്റേജിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അഹാനെ ഇറക്കി വിടുന്നൊരു സീനുണ്ട്. സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഇൻസൾട്ടിങ് ആയിപ്പോയി കേട്ടോ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഒരു പബ്ലിക്കിൽ ഇതുപോലെ ഒരു കല്യാണ പാർട്ടിക്കോ എന്ത് പരിപാടിക്കോ നമ്മളൊരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരെയും വിളിച്ചു കൂട്ടി അവിടെ നിർത്തുവാണ്. സ്റ്റേജിലോ ഇനി അല്ലെങ്കിൽ കൂട്ടം കൂടി എന്തെങ്കിലും നിൽക്കുന്ന സമയത്ത് നമ്മൾ മാത്രം അവിടെ മാറിയിരിക്കുന്നു. നമ്മളെ ഒന്ന് വിളിച്ചെങ്കിൽ നമ്മളെ ഒന്ന് എന്നെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ അല്ലേ എന്ന് ചിന്തിച്ചു പോകുന്ന എത്ര ആളുകളുണ്ട്. വിളിക്കാതെ അവർ മാത്രം നിന്ന് ഒരു പരിപാടി നടത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു അപമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ സ്റ്റേജിൽ നിന്ന ഒരാളെ അപ്പച്ചി അങ്ങോട്ട് ഇറങ്ങിപ്പോവും, ഞങ്ങൾ ഇന്നങ്ങോട്ട് ഫോട്ടോ എടുക്കട്ടെ. അപ്പച്ചി നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ഒരു കുറച്ചിലാണ്. അല്ല, അപ്പച്ചിയുടെ സാരി കൊള്ളത്തില്ല, സാരിയുടെ കളർ നമ്മളെ ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളൊരു മനസ്സിനകത്തുള്ളൊരു ഇതുണ്ടല്ലോ. അതാണ് ഇവിടെ കണ്ടത്, എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ അപ്പച്ചി അവിടെ നിന്ന് ഇറങ്ങി അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവർക്ക് ഒന്നും തോന്നി കാണത്തില്ല. പക്ഷെ അത് കണ്ട ജനങ്ങൾക്ക്, ആ കണ്ട വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകളും കൂടെ ഞാനൊന്ന് വായിക്കാം. പടച്ചവനെ, ഒന്ന് കാണേണ്ട കാഴ്ചയാണേ. എന്തായാലും ഇത് വല്ലാത്തൊരു ഇൻസൾട്ടിങ് ആയി പോയി കേട്ടോ. ഇങ്ങനെയൊന്നും ഒരു മനുഷ്യനെയും ഇൻസൾട്ട് ചെയ്ത് വിടല്ലേ. എന്തായാലും ഞാനൊരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ച് തരാം. പിന്നെ ഇപ്പോൾ ഒരു ഓഡിയോ, ഇത് പഴയൊരു ഓഡിയോ ആണ് ആനയുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ അഹങ്കാരത്തിന് കൈയും കാലും മുളച്ച ടീംസുകളാണെന്ന് ഇപ്പോഴാണ് ഇവരെ ആരാധിച്ച് തലയിൽ വെച്ചേക്കുന്നത്. ജനങ്ങൾ അറിയുന്നെന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഇപ്പോഴെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ കാണുന്നതല്ല റിയൽ ലൈഫും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. നിങ്ങളൊക്കെ എടുത്തങ്ങോട്ട് തലയിൽ വയ്ക്കുമല്ലേ. എൻ്റെ അഹാന മോള്, എൻ്റെ ദിയ മോള്, ഇവരാണ് എൻ്റെ റോൾ മോഡൽ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്ക് ഉള്ളൊരു ഇത്രയും അഹങ്കാരം പിടിച്ച ഉരുപ്പുകൾ വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഞാനൊരു വീഡിയോ വെച്ച് തരാം. വീഡിയോ വെച്ച് തന്നിട്ട് ഞാൻ 1-2 കമൻറ്റുകൾ വായിക്കാം. ഇപ്പോൾ ഇതിനകത്ത് ദിയയുടെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വെച്ച് തരാം. ആദ്യം നമുക്ക് ആ അപ്പച്ചയെ അപമാനിച്ചിറക്കി വിടുന്ന എന്തൊക്കെ പറഞ്ഞാലും അത് വല്ലാത്തൊരു അപമാനമായി കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, ഈ അഹാന ആ അപ്പച്ചിയോട് ഇറങ്ങി പൊയ്ക്കോളാൻ പറയുന്നുണ്ട്. അത് വീഡിയോ കാണുമ്പോഴേ നമുക്കറിയാം അഹാനയ്ക്ക് അപ്പച്ചി നിൽക്കുന്നതിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചിയുടെ സാരിയുടെ കളറ് ഇവരെ ഡ്രസ്സുമായിട്ട് അത്ര മാച്ച് ചെയ്യുന്നില്ല. അപ്പച്ചി ഒരു സാധാരണക്കാരിയെ പോലെ അവിടെ ജോലി ചെയ്ത് നിന്നൊരു കോലത്തിൽ വന്ന് നിന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അഹാനയുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അപ്പച്ചയെ പിടിച്ച് മാറ്റിയിട്ട് ഒരു ഫ്രെയിമിൽ, അവരെ ഒരു ഫാമിലി ഫ്രെയിമിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഡ്രാമ പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ. കേട്ടോ, അപ്പച്ചി അവിടെ ഇരുന്ന് അപ്പച്ചി കൊണ്ട് മാറി അങ്ങോട്ട് അവിടെ പോയി നിൽക്കും. എന്തൊക്കെ പറഞ്ഞാലും
ഭയങ്കര ഇൻസൾട്ടിങ് ആയിപ്പോയി, ഭയങ്കര മോശമായിപ്പോയി. ഈ ഈ ഈ സിറ്റുവേഷനിൽ അഹാനയോടാണ് വേറെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ അത്രയും ഒരു കേക്ക് കട്ട് ചെയ്യുക നല്ല മനോഹരമായിട്ട്, ഈ എന്തൊക്കെ തിരക്കാണെങ്കിൽ എന്തൊക്കെ വിഷയം അവിടെ നടന്നാലും ആ ഒരു സമയത്ത് ഒരാൾ അങ്ങോട്ട് അവിടെ പോയി ഇരിക്കുക, അവിടെ പോയി നോക്ക്, അല്ലെങ്കിൽ അവിടെ പോയി കൈ കാണിക്കുക എന്ന് എന്ത് പറഞ്ഞാലും അതൊരു അപമാനം തന്നെയാണ്. അതിനകത്ത് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇനി അതിനകത്ത് വന്നേക്കുന്ന ഒരു 1-2 കമൻറ്റുകളും കൂടെ ഒന്ന് വായിക്കാം. ഇതിനകത്ത് വേറൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കമൻറ്റുകൾ ഇവർക്ക് എതിരായിട്ട് കണ്ടു എന്നറിഞ്ഞപ്പോഴത്തേക്ക് ആ പോർഷൻ കട്ട് ചെയ്തു. അപ്പച്ചി അവിടെ പോയി ഇരിക്കാൻ പറയുന്ന ആ പോർഷൻ കട്ട് ചെയ്തിട്ടാണ് പിന്നെ വീഡിയോ ഇവർ ഇട്ടിട്ടുള്ളത്. അപ്പം ആ ഭാഗം നിങ്ങൾക്ക് വീഡിയോയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ കമൻറ്റുകളും ചിലപ്പം ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ ഈ വായിക്കുന്ന കമൻറ്റുകൾ ചിലപ്പോൾ അത് കാണുന്നില്ല, അവർ ചിലപ്പോൾ റിമൂവ് ചെയ്ത് കാണും. എന്തായാലും അതിനകത്ത് വന്ന 1-2 കമൻറ്റുകൾ ഞാൻ വായിക്കാം. 15:42 വീഡിയോയുടെ 15:42 ലുക്ക് ആക്ച്വലി അഹാന വാസ് അപ്സെറ്റ്. ഐ തിങ്ക് ഷീ വാസ് ആക്ച്വലി പ്ലാനിങ് ഹൗ ടു അവോയ്ഡ് അപ്പച്ചി ഫ്രം ദ ഫ്രെയിം. ഓക്കെ, ഇതൊക്കെ അത് ഇപ്പം പോയി നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നില്ല. കാരണം അങ്ങനെയാണല്ലോ, എല്ലാം കട്ട് ചെയ്ത് കളയുന്നൊരു സ്വഭാവമാണല്ലോ ഈ അഹാനയുടെയൊക്കെ. അടുത്തൊരു കമൻറ്റ്, അപ്പച്ചിയെ നൈസായി അഹാന ഒഴിവാക്കാൻ നോക്കുന്നു. ലുക്ക് അറ്റ് ഇഷാനി എക്സ്പ്രഷൻ അസ്വൽ ഇത്രയും നാറിയ ഒരു ഫാമിലി. ഓക്കെ, ഇനി വേറൊരു കമൻറ്റ് കേട്ടോ. അശ്വിൻ്റെ ഫാമിലിയെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അപ്പച്ചിയെ ഇൻസൾട്ട് ചെയ്യുന്നതിലും ഭേദം വിളിക്കാതിരിക്കുന്നതാണ്. ശരിയാണ്, ഒരു പക്ഷേ അശ്വിൻ്റെ ഫാമിലിയൊക്കെ വന്നായിരുന്നെങ്കിൽ അപമാനം കൊണ്ട് ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് തലയിൽ മുണ്ടിട്ടോണ്ട അവസ്ഥ വന്നേനെ. അതിലും നല്ലത് വരാതിരുന്നതാണ്. അപ്പോൾ കമൻറ്റിൽ കുറേ ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് അശ്വിൻ്റെ ഫാമിലി ഉൾപ്പെടുത്തുന്നില്ല, അശ്വിൻ്റെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് അത്ര ചേർന്ന് പോകാൻ പാടാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു കമൻറ്റ് കൂടെ വായിക്കാം. അമ്മൂമ്മ അപ്പൂപ്പനെ എങ്ങനെ ട്രീറ്റ് ചെയ്തോ അതുപോലെ തന്നെയാണ്. പിന്നെ ഈ അമ്മൂമ്മ അത്ര നല്ല നന്മവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അമ്മൂമ്മയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, അപ്പൂപ്പനെ കന്നാസും കുപ്പിയും പാട്ടയൊക്കെ എടുത്ത് അടിക്കേറി എന്നൊക്കെ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ ഓവറോൾ നോക്കുവാണെങ്കിൽ കൂതറ ഫാമിലി എന്ന് വേണമെങ്കിൽ തന്നെ പറയണം. അപ്പം അമ്മൂമ്മ അപ്പൂപ്പനെ എങ്ങനെ ട്രീറ്റ് ചെയ്തോ അതുപോലെ തന്നെയാണ് നിങ്ങൾ അശ്വിനെയും ഫാമിലിയെയും ട്രീറ്റ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ജീനിലുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം അത് എവിടുന്നാണ് കിട്ടിയതെന്ന്. ഓക്കെ, ഇനി ഞാനിവിടെ നമ്മൾ ആലപ്പി അഷ്റഫ് അണ്ണൻ ഒരു കാര്യം പറയുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അത് ഞാനിവിടെ വെച്ചുതരാം. അതിന് മുമ്പ് ദിയയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയുണ്ടായി ഷോർട്സ് ആയിട്ട്. അതിനകത്ത് വന്ന 1-2 കമൻറ്റും വായിക്കാം. ദിയയുടെ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടുപോകേ. ഞാൻ കഴിഞ്ഞ നവംബറിൽ വന്നിരുന്നു. എൻ്റെ ബ്ലോഗ് കണ്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇത്തവണ വന്നേക്കുന്നത് നമ്മുടെ ഓമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവന്റെ ബർത്ത്ഡേ. അപ്പൊ അവന്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടില് വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു, അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവൻ എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ടാന്ന് ഞാൻ കഴിഞ്ഞ നവംബറിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫാമിലിയുള്ള ആളുകൾ വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ കുഞ്ഞ് എത്രയെന്നും പറഞ്ഞ് വല്ലപ്പോഴും ആണ്ടിലും നൂറ്റാണ്ടിലും കാണുന്ന ആളുകൾ റിലേറ്റീവ്സിനെ ഈ പറഞ്ഞിട്ടുള്ള ഇത് ചിന്തിക്കേണ്ട വേറെ കാര്യമുണ്ട്. റിലേറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ്റെ ഫാമിലി ആണ്ടിലൊരിക്കലും വല്ലപ്പോഴെങ്കിലും ഒന്ന് കൊണ്ട് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതുപോലൊരു കിഴങ്ങൻ ഇല്ലേ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയണം. ഓക്കെ, എന്തായാലും ഞാൻ അതിനകത്ത് വന്നൊരു 1-2 കമൻറ്റുകൾ വായിക്കാം. എങ്ങനെയാണ് സ്വന്തം ഭർത്താവിന്, പുള്ളിക്കാരൻ ഒരു പാവമാട്ടോ, ഞാൻ കിഴങ്ങെന്ന് വിളിച്ചത് തമാശയുടെ പുറത്തുനിന്ന് പറഞ്ഞതാണ്, പക്ഷേ പുള്ളിക്കാരൊരു പാവമാണ്, നല്ലൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്, നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഇത്രയും സഹിച്ച് പിടിച്ച് അവിടെ നിൽക്കണമെന്നെങ്കിൽ ആളൊരു നല്ലൊരു ക്ഷമയുള്ളൊരു നല്ലൊരു വ്യക്തിയായതുകൊണ്ടാണ് ഇതൊക്കെ സഹിച്ച് കണ്ടും കേട്ടൊക്കെ അവിടെ നിൽക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണല്ലോ ചിക്കൻ കറിയോ ആയിട്ട് എന്തൊക്കെയോ ഒരു പ്രശ്നം. ഓക്കെ, 1-2 കമൻറ്റ് വയ്യ. എങ്ങനെയാണ് സ്വന്തം ഭർത്താവിന് വില കൊടുക്കാത്തത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നത്? ദിയയുടെ ഫാമിലി എന്താ ഇങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല. കുറച്ചുകൂടി വിശ്വസിക്കാവുന്ന കള്ളം പറയായിരുന്നില്ലേ ദിയെ? അടുത്തൊരെണ്ണം, നാട്ടിലെ പരിപാടി. അടുത്തൊരു കമൻറ്റ്, നാട്ടിലെ പരിപാടി നടത്തിയാലും ഹോമിക്കുട്ടൻ ആരെ
ആരെടുത്തോണ്ട് പോകുന്നത് നിങ്ങൾ പറയുന്നത്? പക്ഷെ നാട്ടിൽ പരിപാടി നടത്തി കഴിഞ്ഞാൽ ഓമിക്കുട്ടനെ ആരാണ് എടുത്തോണ്ട് പോകുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത്. വീട്ടുകാരാണ് ഉദ്ദേശിച്ചത്, അച്ഛൻ്റെ വീട്ടുകാരാണ് ഉദ്ദേശിച്ചത്. ആരെ എടുക്കാൻ? നിങ്ങളെ കയ്യിൽ നിന്ന് താഴ്ത്തി വെച്ചിട്ട് എടുക്കാൻ. ഓക്കെ, നിങ്ങളെ കയ്യിൽ നിന്ന് താഴ്ത്തി വെച്ചിട്ട് ആരെ എടുത്തുകൊണ്ട് പോകാനാണെന്നാണ് ചോദിക്കുന്നത്. കൂടിപ്പോയ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ ഫാമിലിയുള്ള ആളുകളാണ് എടുക്കുന്നത്. അവരെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലേ? അപ്പം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഏറിൽ നിൽക്കുന്ന സമയത്താണ് പഴയ ഒരു ഓഡിയോ ആണ്. ഈ അഹാനയുടെ ഒരു കൂട്ടുകാരി അഹാനയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതിപ്പോൾ ഇങ്ങനെ കറങ്ങി അങ്ങനെ ആണല്ലോ. ഏറിൽ പോകുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള പണ്ട് കുടിച്ച പാല് വരെ വെളി വരുമെന്ന് പറയുമല്ലോ. അതുപോലെ പഴയ ഒരു സാധനം ഇപ്പം വീണ്ടും കുത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു ഭാഗം കൂടെ ഇവിടെ കൊടുക്കാം. അതിനുശേഷം ആലപ്പി അഷ്റഫ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതും കൂടെ ഞാനിവിടെ വെച്ചുതരാം. അപ്പോൾ ആ ഒരു ഓഡിയോ ഒന്ന് കേട്ട് നോക്കി. എന്തായാലും ഇത്രയും ഒരു ഫാമിലി, കൃഷ്ണകുമാർ സത്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ ഈ ഒരു ഫാമിലിയെ വെച്ചാൽ ഈ എക്സ്പോസ് ആവാതെ പുറത്ത് ഒന്നും പോവാതെ ഇങ്ങനെ നല്ല സൂക്ഷിച്ചും കണ്ടും കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ഈ രണ്ട് പിള്ളേർ അഹാനയും അതുപോലെ ദിയയും കൂടെ ഇറങ്ങി അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ കടന്നങ്ങോട്ട് നിരങ്ങി എല്ലാം കൂടെ കിടക്കുന്നു. വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ എടുത്തങ്ങോട്ട് പബ്ലിക്കിൽ അങ്ങോട്ട് ഇട്ട് ഡെയിലി എയറിൽ നിന്നോളാം എന്നുള്ളൊരു നമ്മളൊരു എഗ്രിമെൻ്റ് കൊടുക്കുമല്ലോ, അതുപോലൊരു സംഭവങ്ങളാണ് ഇപ്പം ഇവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ഓഡിയോ വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ടോക്കെ. പഴയൊരു ഓഡിയോ ആണ് കേട്ടോ, ഈ ഓഡിയോ അല്ല, പഴയ ഓഡിയോ ആണ്. അങ്ങനെയാണല്ലോ കുത്തിപ്പൊങ്ങുമ്പം പണ്ടത്തെ കാലം എല്ലാം കൂടെ ആണല്ലോ കുത്തിപ്പൊക്കിയില്ല, മഴ വെള്ളം എടുത്തുകൊണ്ട് വരുന്ന പോലെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് വരുന്നത് പണ്ടാരം. എന്തായാലും നിങ്ങൾ അതും കൂടെ ഒന്ന് കേട്ടു നോക്കേ. ഇവളെന്താ എന്നോട് പറഞ്ഞെന്ന് വെച്ചാല്, നിന്നെയൊക്കെ ഫസ്റ്റ് ഇയർ വന്നപ്പോഴേ പിടിച്ച് റാഗ് ചെയ്യാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ് സീനിയേഴ്സിനോട് ഈ ബഹുമാനം ഇല്ലാത്തത്. പിന്നെ എന്താ, നിന്നെയൊക്കെ ഞാൻ പിടിച്ച് റാഗ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡെങ്കിലും വേണം, മിനിമം ലുക്കെങ്കിലും വേണം. അതുപോലും ഇല്ലാത്തതുകൊണ്ടാണ് പിടിച്ച് റാഗ് ചെയ്യാത്തത്. കണ്ടാലേ അറിഞ്ഞൂടെ, വെറും പഴമാണ്, വെറും കിഴങ്ങി ലുക്കാണ്. ഇതിലൊന്നും പറഞ്ഞിട്ടേ കാര്യമില്ല. വീട്ടുകാരെ ഇങ്ങനെ ആയിരിക്കും. വീട്ടുകാരെ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അതും ഒരു സീറ്റിന് വേണ്ടിയിട്ടാണ് വീട്ടുകാരെ തെറി പറയുന്നതെന്ന് ആലോചിക്കണം. ആ കോളേജ് ബസ്സിൽ മിനിമം ഒരു 30 പിള്ളേരെങ്കിലും ഉണ്ടായിരുന്നതാണ്. അത്രയും പിള്ളേരുടെ ഫ്രണ്ടിൽ വെച്ചാണ് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തത്. കോളേജ് എത്തുന്നവരെ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ എന്നിട്ട് ഒന്നും തേച്ച് റിയാക്ട് ചെയ്തില്ല. എന്നെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കോളേജ് എത്തുന്നവരെ. ഇത്രയും പേർക്ക് ഫ്രണ്ടിൽ വെച്ചാണ് ഇൻസൾട്ട് ചെയ്തത്. പക്ഷെ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ കോളേജിൽ ചെന്നിട്ട് ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് ചെയ്തു, പ്രിൻസിപ്പലിന്റെ അടുത്തും കംപ്ലൈന്റ് ചെയ്തു. പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഇവളുടെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു, ദിയയുടെയും ഇഷാനിയുടെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു. അഹാനയും അഹാനയുടെ അമ്മയും എല്ലാവരും കൂടെയാണ് വന്നിട്ട് ഈ അഹാന ചെയ്തത് എന്താന്ന് വെച്ചാൽ, അത്രയും പ്രായമുള്ള ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പലിനെ അങ്ങോട്ട് തട്ടിക്കയറുകയും സാറിന്റെ അടുത്ത് ചീത്ത പറയുകയും സാറിന്റെ അടുത്ത് മര്യാദയില്ലാതെ പെരുമാറുകയാണ് ചെയ്തത്. ഈ അഹാന കോളേജിൽ വന്നിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം മുഖത്ത് നോക്കി ബിച്ചെന്ന് വിളിച്ചിട്ടാണ് ഇവള് കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഈ സൈബർ ബുള്ളിങ് തെറ്റാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന ഇവക്ക് ഒരാളെ നേരിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത്, നേരിട്ട് തെറി പറയുന്നത്, നേരിട്ട് അവരുടെ വീട്ടുകാരെ തെറി വിളിക്കുന്നത് തെറ്റാണെന്ന് അറിയുന്നില്ല എന്നുണ്ടോ? ദിയ എന്നെ ആ സ്റ്റോപ്പിൽ നിന്ന് കയറി കോളേജ് എത്തുന്നവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടുകാരെ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലെല്ലാം ഇടണം, ഇവൾ എന്തോ വലിയ ആളാന്നാണ് വിചാരം, ഇവളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം. ആൻഡ് ദേ വർ ലൈക്ക് അബൌട്ട് ടു ടേക്ക് മൈ പിക്ചർ. ഒരാളുടെ അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുത്ത് ഈ ഗ്രൂപ്പിലൊക്കെ ഇടുക എന്ന് പറയുന്നത് എന്താ സൈബർ ബുള്ളിങ് അല്ലേ? ഇതൊന്നും അറിയില്ല എന്നുണ്ട്. ആദ്യം സ്വന്തം സിസ്റ്റേഴ്സിനെ മര്യാദയ്ക്ക് നടക്കാൻ പഠിപ്പിക്കണം, എന്നിട്ട് ഈ അഹാനയും സ്വന്തമായിട്ട് വൃത്തിയായിട്ട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കും. ഓക്കെ, അപ്പോൾ അമ്മൂമ്മയെ വിളിച്ചത് പണ്ടോട്ടേ ഉള്ള പരിപാടിയാണ്, പണ്ടോട്ടേ ശീലിച്ച് വന്ന പരിപാടിയാണ്. ഈ അമ്മൂമ്മയെ വിളിച്ച അതേ സംഭവം തന്നെ ഈ ഒരു കൂട്ടുകാരിയുടെ വെളിപ്പെടുത്തലാണ്. ഈ കൂട്ടുകാരിയും വിളിച്ചെന്നാണ് പറയുന്നത്. വായി വരുന്നതെല്ലാം പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും വല്ലാത്തൊരു ഫാമിലി തന്നെ ആയിപ്പോയി കേട്ടോ. ഇനി ഞാനിവിടെ ആലപ്പി അഷ്റഫിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഇന്ന്. പുള്ളി എന്തായാലും വലിച്ചീറി ഒട്ടിച്ചിട്ടുണ്ട്, തേച്ചൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കണം. കുടുംബ കഥയിലേക്ക് വഴിമാറി. കുടുംബത്തിലെ പലരുടെയും സ്വകാര്യ ജീവിത കഥകൾ പൊതുവിടത്തിൽ ചർച്ചക്കായി ഇട്ടുകൊടുത്തു. ഇതിലിപ്പോൾ അമ്മൂമ്മ മാത്രമല്ല, അമ്മയും അപ്പച്ചിയും. എന്നാൽ ഭാഗ്യം കൊണ്ടും അർപ്പണ മനോഭാവം കൊണ്ടും ജീവിത പടവുകൾ ഓരോന്നും വിജയിച്ചു കയറിയ ആളാണ് കൃഷ്ണകുമാർ. ഞാൻ ഇതിവിടെ എടുത്തു പറയാനുള്ള കാരണം, ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നമ്മുടെ ജീവിത ഗതി തന്നെ
മാറ്റിമറിക്കും എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. അതുപോലെ അപ്രതീക്ഷിതമായി ഉണ്ടായ ചില സംഭവങ്ങൾ കാരണം എയറിൽ പോയ കൃഷ്ണകുമാറിന്റെ മകൾ അഹാനയ്ക്ക് ഇതുവരെ തിരിച്ചിറങ്ങാനായിട്ടില്ല. അഹാനയുടെ ഇമേജിനെ തകർക്കാൻ കരുക്കൾ നീക്കിയത് അഹാന പാല് കൊടുത്തു വളർത്തിയ ഒരു പാമ്പാണെന്നാണ് അഹാന തന്നെ പറയുന്നത്. അത് മറ്റാരുമല്ല, തന്റെ സ്വന്തം ചെറിയമ്മയുടെ മകളായ തൻവിയാണ്. അഹാന മുൻകൈയെടുത്ത് സഹായിച്ചു തുടങ്ങിയ തൻവിയുടെ ചാനലിന് റീച്ച് കൂട്ടാൻ, സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ അഹാനയെ തന്നെ ബലിയാടാക്കി. അമ്മുമ്മയുടെ പരാതികളും പരിഭവങ്ങളും നിറഞ്ഞ കഥകളുമായിട്ടാണ് ഇതിന് തുടക്കം കുറിച്ചത്. എന്നാൽ ഇന്നത് ചീഞ്ഞ് നാറിയ ദുർഗന്ധം വമിക്കുന്ന കുടുംബ കഥയിലേക്ക് വഴിമാറി. കുടുംബത്തിലെ പലരുടെയും സ്വകാര്യ ജീവിത കഥകൾ പൊതുവിടത്തിൽ ചർച്ചയ്ക്കായി ഇട്ടുകൊടുത്തു. ഇതിലിപ്പോൾ അമ്മുമ്മ മാത്രമല്ല, അമ്മയും അപ്പച്ചിയും അപ്പുപ്പനും ചെറിയമ്മയും അവരുടെ മകളുമൊക്കെ കഥാപാത്രങ്ങളായി എത്തി അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എപ്പോഴോ ഒരു വെടിനിർത്തൽ കരാറുണ്ടാക്കി ദുർഗന്ധം വമിക്കുന്ന ചില വോയിസ് ക്ലിപ്പുകളും വീഡിയോകളും പിൻവലിച്ചപ്പോൾ എല്ലാത്തിനും ഒരു പര്യവസാനമുണ്ടായി എന്ന് കരുതി. അന്ന് പലരും എന്നോട് ചോദിച്ചു, അഹാന വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെല്ലാം രമ്യമായി അവസാനിച്ചില്ലേ, ഇനി ഞാനായിട്ട് എന്തിനാണ് അതിനെ കുത്തിപ്പൊക്കുന്നതെന്ന്. എന്നാൽ ഇത് വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ മുൻപുള്ള ശാന്തതയായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സമാധാനത്തോടെയും അതിലുപരി ആശ്വാസത്തോടെയും പഴയപടി കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സിന്ധു കൃഷ്ണയുടെ ഭാഗത്തു നിന്നും അനവസരത്തിൽ ഒരു വെടിപൊട്ടിക്കുന്നത്. അമ്മ എന്റെ അച്ഛനോടും എന്നോടും അഹാനയോടും ചെയ്ത കൊടും ക്രൂരതയുടെയും ചെറ്റവർത്തമാനത്തിന്റെയും CCTV ഫുട്ടേജ് തെളിവ് സഹിതം എന്റെ കൈവശമുണ്ട്. അതൊരിക്കലും ഞാൻ പുറത്തുവിടില്ല. അത്രത്തോളം ഗുരുതരമായ പ്രശ്നങ്ങൾ അതിലുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വീഡിയോയും അതിൽ സിന്ധു കൃഷ്ണ നടത്തിയിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കാത്തവരും കാണാത്തവരും ഉണ്ടോ എന്ന് സംശയമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് വൈറലായിരിക്കുകയാണ്. രണ്ട് കൈയും കൂട്ടിയടിക്കാതെ ശബ്ദമുണ്ടാകില്ലല്ലോ. അമ്മയ്ക്ക് ലോകപരിചയവും വിവരവും ഒക്കെ കുറവാണ്. തന്നെയുമല്ല, അമ്മയുടെ ഇത്തരം ടോക്സിക്കായ സ്വഭാവം നിങ്ങൾക്കറിയാവുന്നതുമല്ലേ. അത് അവരുടെ വിവരക്കേടായി കണ്ട് അതിനെ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ, ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ ഈ നാണക്കേടൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ. വയസ്സാം കാലത്ത് ഇത്തരം അമ്മമാരെ തിരുത്താൻ ശ്രമിക്കുന്നത് മണ്ടത്തരമല്ലേ. എന്തൊക്കെ പ്രകോപനം നേരിട്ടാലും സിന്ധു തന്റെ നിലവാരം വിട്ട് സംസാരിക്കരുതായിരുന്നു, പ്രവർത്തിക്കരുതായിരുന്നു. കുടുംബ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഓക്കെ, ആലപ്പി അഷ്റഫ് പറയുന്നത് കേട്ടല്ലോ. എന്തിനാണ് ഈ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കാൻ നിൽക്കുന്നത്? എനിക്കതേ പറയാനുള്ളൂ. ഇത് നിങ്ങളെടുത്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ വീട്ടിലെ കാര്യങ്ങൾ എടുത്തിട്ട് പബ്ലിക്കിനെ കാണിക്കുമ്പോഴത്തേക്ക് അത് പബ്ലിക് അത് എത്രമാത്രം നിങ്ങളെ വളർത്തി അല്ലെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് ഒരുപാട് ആളുകളുണ്ട് നിങ്ങളെ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അവരിലേക്ക് നിങ്ങളൊരു സാധനം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് എങ്ങനെ ഓഡിയൻസ് എടുക്കും, എങ്ങനെ അത് കാണുമെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ എയറിൽ തന്നെ അത് മനസ്സിലാക്കാനുള്ള വിവരമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ എയറിൽ നിൽക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ വീട്ടിലെ കാര്യങ്ങൾ അയൽവക്കത്ത് പോലും അറിയരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ. ഇതാണെങ്കിൽ നാട്ടുകാരെ മൊത്തം കാണിക്കാനേ കൊണ്ട് ക്യാമറ അങ്ങോട്ട് ഓണാക്കി വയ്ക്കും. ഉള്ള എല്ലാ സംഭവങ്ങളും എന്താ നാട്ടുകാർ മൊത്തം അണിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇട്ടം കൊടുക്കുക നാട്ടുകാർക്ക് വേണ്ടിയിട്ട്. എന്തായാലും കൃഷ്ണകുമാറിനെ സമ്മതിക്കണം കേട്ടോ ബായി, നിങ്ങളെ സമ്മതിച്ചേ പറ്റൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത കൂടിയായിട്ട് പിന്നെ വരാം. See you.